നമസ്കാരം, എൻ്റെ പേര് അനീഷ്. ഞാൻ ഇപ്പം കുറച്ച് ആടുകളെ നേരത്തെ വളർത്തിയിട്ടുള്ളതാണ്. ഇപ്പം ലാസ്റ്റിൽ നമുക്ക് കുറച്ച് 2 ആടുണ്ട്. അതിനെ നമുക്ക് കൊടുക്കാനാണ്, ജോലിയുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഇവിടെ പോകേണ്ട ഉണ്ട്. അപ്പം വീട്ടിൽ നമുക്ക് എല്ലാ ആടുകളും ഒഴിവാക്കിയില്ലേ? എല്ലാം നേരത്തെ രാജീവണ്ണം മറ്റേ വീട് ചെയ്തിട്ടുണ്ടല്ലോ നേരത്തെ. ഇത് നമ്മൾ അവസാനമായിട്ട് നമ്മൾ ആഗ്രഹത്തിന് നിർത്തിയ 2 വീട്ടിലിൻ്റെ ആടുകളാണ്. അപ്പം ഇത് നമ്മുടെ തമ്പുരാൻ്റെ കുട്ടിയാണ് ഇവള്. വലിയ മുട്ടനെ ക്രോസ് ചെയ്തിറങ്ങിയ കുട്ടി ഇവിടെ ജനിച്ചു. എത്ര പ്രസവം കഴിഞ്ഞു? ഇതിപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞൂല. ഇവരിപ്പോൾ 1.25 വയസ്സായപ്പോഴേ നമ്മൾ ക്രോസ് ചെയ്തേ ഫസ്റ്റ്. എത്ര മാസം പ്രായം? ഇതിപ്പോൾ 4.5 മാസമായ കുട്ടിയാണ് ഉള്ളത്. നല്ല കുട്ടിയാണ്. ഇത് മുട്ടനെ കൊണ്ട് 90 കിലോ ഉള്ള മുട്ടനെ കൊണ്ട് നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ട് പെൺകുട്ടിയാണ്. ഇത് നമ്മുടെ തമ്പുരാന്റെ കുട്ടിയാണ്. ഇത് തള്ളയാണ്. ആട് വളർത്തൽ നഷ്ടമായതുകൊണ്ടാണോ ആട് വളർത്തൽ നിർത്തുന്നത്? അല്ല, ആട് വളർത്തൽ നഷ്ടമല്ല. നമ്മളെ ക്വാളിറ്റി ഉള്ള ആടിനെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വരുമാനം കിട്ടും. ഇപ്പോഴാണെങ്കിൽ ഇത് നമ്മൾ നാട്ടിൽ ജനിച്ച് വളർന്ന ബീറ്റലിൻ്റെ ആടുകളാണ്. അപ്പോൾ ഇതിനെ വളർത്തുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന ആടുകൾക്കെല്ലാം ഇപ്പോൾ നല്ല വിലയും കൊടുക്കണം. അതുപോലുള്ള അസുഖങ്ങളും വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. ഇത് നമ്മൾ തള്ളയും കുട്ടി നമ്മുടെ വീട്ടിൽ ജനിച്ച് വളർന്ന ആടുകളാണ്. ഇത് നമ്മൾ വിൽക്കാൻ വേണ്ടി വെച്ചല്ല, വളർത്താൻ. കുട്ടിക്ക് നല്ല പൊക്കമുണ്ട്. നല്ല പൊക്കമുണ്ട്. തള്ളയുടെ പൊക്കം തന്നെ ഇപ്പോൾ 4.5 മാസമായപ്പോൾ ആയിട്ടുണ്ട്. നല്ല ഹെവി സൈസ് ആവുക. നല്ല പൊക്കവും നീളമുണ്ട്. നല്ല മുട്ടൻ്റെ കുട്ടിയാണ്. വലിയ മുട്ടൻ്റെ കുട്ടിയാണ്. അപ്പോൾ അനീഷിന്റെ അഭിപ്രായം വെളിയിൽ നിന്ന് വരുന്ന ആടുകളെ വളരെ സൂക്ഷിച്ച് മേടിക്കുക. നാട്ടിൻപുറത്ത് ഇതുപോലെ നല്ല ആടുകളെ കിട്ടും, അത് വളർത്താൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിതൊരു മാന്യമായിട്ടുള്ള വില കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ ജോലി സംബന്ധമായിട്ട് നമുക്ക് കുറച്ച് വിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് വീട്ടിൽ ഇതിനിങ്ങനെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വിൽക്കുന്നത് തന്നെ. ഇൻട്രസ്റ്റ് നോക്കുന്നവരില്ല. ഇതിനെ നോക്കുന്നവർ കൊണ്ട് നമുക്ക് മാന്യമായിട്ട് വിലയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുക. വാഴയൊക്കെ കടിക്കുന്നത്. വാഴ അങ്ങോട്ട് അനീഷ പുറത്ത്